വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ യുവിനോടല്ല, സോറി ഗൈസ്, ഏട്ടൻ വിചാരിച്ച ഏട്ടനോടാണ്, ഏട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുവിനോടല്ല, ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് പുറത്തു പോവാണ്. കാര്യമായിട്ട് നമ്മളല്ലാതെ പുറത്ത് പോവല്ല, പക്ഷേ ഇന്നൊരു 3 വീട്ടിൽ നമുക്ക് പോകാനുണ്ട്. എൻ്റെ 2 റിലേറ്റീവ്സിൻ്റെ വീട്ടിലും പിന്നെ ഏട്ടൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലും പോകാനുണ്ട്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, സോറി ഗൈസ്, ഞാൻ ഫാൻ ഒന്ന് ഓഫ് ആക്കട്ടെ, എൻ്റെ അടുത്ത് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് കേൾക്കില്ല. ഓക്കെ, എൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ വീട്ടിൽ പോവാണ്. ആദ്യം തന്നെ അവിടെ ഏട്ടനും ചേച്ചിക്കും ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കുറച്ച് ദിവസമായി പറ്റിയിട്ട്. അപ്പോൾ നമുക്കിപ്പോഴാണ് എല്ലാവർക്കും കൂടി ഒന്ന് പോകാനൊന്ന് സെറ്റായത്. അപ്പോൾ നമ്മളൊന്ന് അവിടെ പോവാണ്. അപ്പോൾ അവിടെ പോയതിന് ശേഷം നമുക്ക് എൻ്റെ പാപ്പന് അതിൻ്റെ മുന്നേ ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. അപ്പോൾ കാലിൽ കമ്പിയൊക്കെ ഇട്ട് ഭയങ്കര കുറച്ച് സീനായിരുന്നു. അപ്പോൾ ഇപ്പോൾ പാപ്പനും ഏകദേശം ആക്കായിട്ടുണ്ട്. അപ്പം അച്ഛനും അമ്മയും അവിടെ പോയിട്ടില്ല, അപ്പോൾ അവിടെ ഒന്ന് പോകണം. പിന്നെ ഇവിടുത്തെ മേമേൻ്റെ അമ്മ അങ്ങനെ വീണിട്ട്, പ്രായമായ ആളാണ്, അപ്പോൾ വീണിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകണം. അങ്ങനെ അപ്പോൾ അതിനായിട്ട് നമ്മളിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് സെറ്റായി. അമ്മയച്ഛനും രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി കൂട്ടപ്രാർത്ഥന എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ചായ കിട്ടി. അപ്പോൾ മോൾക്ക് അവളെ ഞാൻ പല്ല് തേച്ച് കുളിപ്പിച്ച് ചായ കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ശരിയാവട്ടെ. ഏട്ടൻ ഓൾറെഡി കുളിക്കാൻ കയറിയിട്ടുണ്ട്, കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്നതിനെ കാണാം. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് മെല്ലെ താഴോട്ട് ഇറങ്ങാം. ഓ സോറി, വാച്ച് കെട്ടാൻ മറന്നുപോയി. താഴെ പോയി നോക്കട്ടെ. അപ്പച്ചൻ, അപ്പച്ച ഇതാണ് ഞങ്ങളുടെ അപ്പച്ചൻ. അമ്മച്ചി വന്നില്ല. അപ്പച്ച ആരില്ല വ്ളോഗ് എടുക്കുക. അപ്പച്ച കൊണ്ടുവന്നാണ് കേട്ടോ ചക്ക. ഇത് അവിടെ ഉണ്ടായ റംബൂട്ടാൻ, ഇതൊക്കെ ഇത്തൂസിന് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഇത്തൂസിനെ മാറ്റി കൊടുക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് പോവാൻ. അമ്മച്ചിൻ്റെ ഫോണിൽ മാറ്റാൻ ഇത് മാറ്റിയിട്ട് പോവാം. ഇത് മാറ്റിയിട്ട് പോവാ. പാപ്പനും മേമയും അമ്പലത്തിൽ പോയി പ്രസാദം കൊണ്ടുവന്നപ്പോൾ അത് തരാമെന്ന് പറഞ്ഞപ്പം വേഗം ഏതോ ഒരു ഡ്രസ്സ് എടുത്തിട്ട് വേഗം ഓടുകയാണ് കേട്ടോ. ഇത്തു സമയമില്ല. അപ്പച്ചപ്പം പോവാണ്, ഞങ്ങളെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പച്ചന് എന്തൊക്കെയോ പരിപാടി ഉണ്ട്. ഇത്തുസ വേഗം വാട്ടോ. എന്നിട്ട് ആ ജന്തു ദോശ മുഴുവൻ തിന്നാതെ പോയി ഗൈസ്. നല്ല നാടൻ റംബൂട്ടാൻ ഗൈസ്, സൂപ്പർ മധുരം. ഏട്ടൻ്റെ ഫോണും ചാവിയും മുകളിലാണ്, പോയി എടുത്തിട്ടേറ്റെ. അപ്പച്ചൻ പോയി ഗൈസ്. അമ്മയുടെ നിന്ന് അടിച്ചു മാറ്റിയ ഡ്രസ്സാണ് ഗൈസ്. എങ്ങനെയുണ്ട്? ഇന്നിത് ഇട്ടിട്ട് അതൊന്നും അമ്പലത്ത് പോകില്ലല്ലോ അല്ലേ. സോറി ഗൈസ്, അമ്പലത്ത് പോകുന്നില്ല. നമുക്ക് കുറേ പരിപാടികളുള്ളതുകൊണ്ട് അമ്മയുടെ അടിച്ചു മാറ്റിയ ഡ്രസ്സും ഇട്ടിട്ട് നമുക്ക് 3 വീട്ടിലും പോയി വരാം ഗൈസ്. മനസ്സിലാവത്തേ? ചാട് ചാട് ചാട്. ഓക്കെ, പൊതുക്കെ അത്ര പോക്കണ്ട.
കുറച്ച് താത്തിക്കോ. ആ ഈ സാധനം ബനിയൻ മാറ്റാൻ സമ്മതിക്കില്ല. ഒക്കെ ആ ബനിയൻ തന്നെ വേണം ഗൈസ്. അങ്ങനെ ഇട്ടോട്ടെ അല്ലേ? ഈ എന്ത് ദോശ മുഴുവൻ കഴിക്കാൻ നീ? പേടിപ്പിക്കല്ലേ? അന്റെ ചീർപ്പും ഇത് എങ്ങനെയാ പോയിട്ടേ? ഈ പനി മാറ്റോ? എന്ത് രസൊരു സുഖമല്ല ഈ പനി. ഒന്നെ നല്ല പനി കേട്ടോ. പിന്നെന്താ കുറവില്ലാത്ത ആദ്യം ഇങ്ങനെ കിട്ടിയ പോരെ എല്ലാം കൂടി, എന്നിട്ട് ടിക് ടിക് കുത്തിയ പോരെ. കുടിക്കി നോക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ മോളെ ഇംഗ്ലീഷ്? സൂപ്പർ അല്ലേ? പറഞ്ഞു കൊടുക്ക് ഇംഗ്ലീഷ് 4. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. Hey guys, എനിക്ക് നല്ല പനിയുണ്ട് ഗൈസ്. എനിക്ക് പനി ഉണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കണം. ഒരു വീഡിയോ ക്ലിപ്പിംഗ് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ആഡ് ചെയ്യാം. അടക്കൊന്നാണ് എന്തായാലും ഇതൊക്കെ തൊഴിഞ്ഞാടും. ഓക്കെ, ഫിനിഷ്ഡ്. അന്റെ കരാട്ടെ കാണിച്ചെടുത്താ. ഈ ആക്ഷൻ അയ്യോ എന്നെ കൊല്ലുന്നു. അതാ മുടി കേടന്ന് നമുക്കെന്നാ നല്ല മുടിയാണ്. അപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്മ സ്പ്രേ തേച്ച് പോവാണ്. സ്പ്രേ അത്തറ് അത് സ്പ്രേ ആണ് കുഞ്ഞാ. ഇപ്പം റെഡി ആവും. നല്ല അടിപൊളി മുല്ലപ്പൂവിൻ്റെ സ്മെല്ലില്ലേ ഗൈസ്? അപ്പോൾ എല്ലാവരും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി പഠിത്തം കൂടിയുണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് ഇത്തിരി പഠിത്തം കൂടിയുണ്ട് ഗൈസ്. ഇപ്പോൾ നമുക്ക് ഇത്തിരി ഏറിയുണ്ട് അല്ലേ? ആ ഏതൊക്കാനാ ക്ലിയർ കുറവുണ്ട് ഗൈസ്. ഇവിടെ ലൈറ്റിൻ്റെ വെളിച്ചം കുറവാണ് ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഏട്ടൻ ഫോണിലാണ് ഓൾവേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. നമ്മളൊക്കെ വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് അല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താലല്ലേ ഉള്ളൂ എല്ലാവർക്കും ഒരേപോലെ വളരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കഴിയുമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി പോകുന്ന സമയത്ത് കാണാം. ഓക്കെ ഗൈസ്, പോകുന്നതിൻ്റെ മുന്നേ അപ്പച്ചൻ ചിക്കൻ സ്റ്റൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. അത് ഇന്നലെ ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ രാത്രിയാവും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും സാധനം കേടൊന്നു പോകും. അപ്പോൾ നമുക്കതൊന്ന് കഴിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കഴിച്ചാലോ? കഴിക്കാൻ ഭയങ്കര മടിയാക്കി കഴിച്ചോ. അപ്പോൾ പൊറാട്ടയും ഇഷ്ടം. മുറിച്ചിടൂ. അറ്റാക്ക്.
അപ്പം എങ്ങനെ കഴിക്കുക? എന്നിട്ട് മിക്സ് ചെയ്യാം. വാവ്, അതും കൊണ്ടിട്ടോ. എനിക്ക് ഒറ്റയ്ക്കാണ്. ഇന്ന് ഞാൻ തീർത്തരാന്ന്. പറ്റൂല കേട്ടോ, ഞങ്ങൾക്കും വേണം. മതി ഒതിക്കേ മതി. എന്നെ മേതാക്കല്ലേ, പോയി കൈ കഴുകുക, പോയി കൈ കഴുകുക. അവിടെ പോയി ബാത്റൂം. ശീബോധി തട്ടി മറിച്ച്. എന്താണിത്തു? എന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കൂല. കാലെടുത്ത് മാറ്റി. നന്നായി പോയി. ഇങ്ങനെ സെറ്റാക്കി. അടിപൊളി. അമ്മച്ചിണ്ടാക്കിയ സ്റ്റൂവാ? ജലദ മാമ ഉണ്ടാക്കിയാ? അടിപൊളി. ഇപ്പൊ അമ്മ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇവിടെ അമ്മയും നല്ലോണം സ്റ്റൂ ഉണ്ടാക്കും ഗൈസ്. ഞാൻ ഇവിടെ വന്നേരം സ്റ്റൂ ഉണ്ടാക്കാൻ നന്നായിട്ട് പഠിച്ചു. അപ്പം ഞാനും ഉണ്ടാക്കും അടിപൊളി സ്റ്റൂ. അല്ലേട്ടാ, ഇന്നെ പുകയത്ത് എനിക്ക് വേറൊരു തെണ്ടിൻ്റെ ആവശ്യം. അച്ഛൻ അല്ല പൊറോട്ട എടുത്ത് അച്ഛന് കറിയാവാത്തോണ്ട് പോയി. ആ ഞാൻ കഴിക്കുന്നുണ്ട്. ഗ്ലാസ് അവിടെ നിന്ന് എടുക്കണം. സൂപ്പർ. പൊറോട്ട കുറച്ച് കഴിച്ചോ? ക്യാമറേൻ്റെ മുമ്പിൽ ഞാൻ മതിയാക്കിട്ടാ. വാ ജലദ മാമൻ്റെ ചിക്കൻ സ്റ്റൂ എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു ചിക്കൻ സ്റ്റൂ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്താണ് മറ്റൊരു ചിക്കൻ സ്റ്റൂ സ്പെഷ്യലിസ്റ്റിനെ കുറിച്ച് ചോദിക്കുന്നത്. ഇതപ്പോൾ ഇവിടെ വന്നിരുന്നു. നമുക്ക് ഇഷ്ടമല്ലേ? ഇതിന് തിന്നാൻ ഭയങ്കര മഴയാണ്. ഇത് വേറെ. എന്നിട്ട് നമ്മളിത് കഴിച്ചു കഴിഞ്ഞിട്ടില്ല. വാ അച്ഛൻ എന്താ ചെയ്യാൻ? ഈ പാത്രം കൂടെ നമുക്ക് പഠിക്കാം ഗൈസ്. എന്റെ അച്ഛൻ എന്താ ചെയ്യുന്നേ അറിയോ? എന്താ എന്റെ അച്ഛൻ ചെയ്യണ? ഞാൻ മോള് കഴിച്ചാ ഫിനിഷ് ചെയ്യ്. I'm sorry. പ്ലീസ് ആരും നോക്കരുത്. പറയാറിയുള്ളൂ. എല്ലാരും നനച്ച് തിന്നല്ലോ. ഏട്ടൻ ഓൾറെഡി കാറൊക്കെ എടുത്ത്. അപ്പം നമ്മൾ ഇറങ്ങാം കേട്ടോ. പോയി വരാം ഗൈസ്. അപ്പോൾ നമുക്ക് പോയി വരാം. ഇത്തൂസിന് മുമ്പിൽ ഇരിക്കണം എന്ന് ഭയങ്കര വാശി. എന്താ ചെയ്യണേ? ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ വരണം. നീ പോടുന്നു. ഞാൻ അരിയാക്കി എടുത്തെടുത്തോളൂല്ലേ? ഓ വിയർക്കുന്നുണ്ട്. എന്താ വേണ്ടൊക്കെ വിയർക്കുന്നതിന്? ടവൽ. ഓ അച്ഛമ്മന്റെ മടിയിരിക്കുക. അതിന് പോണ്ട എങ്ങോട്ടെങ്കിലും ഒന്ന്. അതിന്റെ കുട്ടികളെ നോക്കാൻ പോണ്ടേ? അത് ശരിയാ. വളരെ വലിയൊരു ശരിയാണ്. ശരി.
പൊന്മായല്ലേ ഇത്? ആര്? പൊന്നമ്മായിയോ? പൊന്മായി. പൊന്നമ്മായി അല്ല, പൊന്മായി. മീൻ കൊത്തി പൊന്മാൻ. ഏ? മീൻ കൊത്തി പൊന്മാൻ. അതിനൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ. ആ, എവിടുന്നാ കാണല് ഇതിനെ? അപ്പിടെ നേരത്തെ ഞാൻ കാണും. ഗൈസ്, ഭാഗ്യം. അയ്യോ, എന്തിനാ ഇങ്ങനെയൊക്കെ ചിരിക്കണേ? എന്താ? ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇയാൾ അടങ്ങി നിന്നാ മതി കേട്ടോ. പൊന്മാനെ പൊന്മാനെ ആരീരാ. ഗൈസ്, നമുക്ക് എന്തെങ്കിലും ഏട്ടത് ലോക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. ഓണം പേരുണ്ടാക്കുക. ആ, വാ. നമുക്കുള്ളത് അവരെടുക്കുന്നത് പോടുന്നു പാടിയെത്തോ. കദളി കദളി കൺകദളി ചെങ്കദളി ബിങ്കോ ഓടത് ബിങ്കളത്തിനെ കൊണ്ടാണോ മറ്റേ പാട്ട് പാടുവോ നമ്മളെ എന്റെ മടിയെന്നും പൂങ്കാവലും ജന്മത്തിലും വെറും ജന്മത്തിലും കൊഞ്ചല്ലേ നല്ല പാട്. ഇതെന്തിനാ? ശക്തിമാൻ. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ചായയൊക്കെ കുടിച്ചിറങ്ങിയാണ്. നമ്മൾ നേരെ വിൻപാപ്പൻ്റെ അടയ്ക്ക് പോവാം. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ഞാൻ ഉള്ളത്തെ കാഴ്ചകളൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ പിന്നെ വേറെ സൈക്കോ ഇത്തു വേറെ കണ്ണ് അയിലിടാൻ പോവാണ്. വേറെ കണ്ണ് അതിലുള്ള കുത്തിക്കയറ്റാൻ. എന്താ ഇതാണ് അവൾ എന്റെ കണ്ണിലേക്ക് കുത്തിച്ചീരാൻ പോകുന്ന സാധനം. മതി 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 മതി, വേണ്ട. ആ, എടുത്തോ. അർജുനളിയൻ ഇവിടെ ഉണ്ട്. ഇത്ര പാൻറ് വേണോട്ടാക്ക്. പാപ്പന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പഴയ തറവാട് വീടാണ് കേട്ടോ. കാണിച്ചരാ ഉള്ളത്തെ കാഴ്ചകൾ. നമ്മുടെ തറവാട് വീടാണ് കേട്ടോ. അവിടെ പാപ്പ വേറെ വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ താമസിക്കുന്നത് ഈ വഴി വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇത് എൻ്റെ ചെറിയ പാപ്പന്റെ മോള്, ഒരു മോളുള്ളൂ. പേര് ആരതി. ഞങ്ങൾ മിന്നുട്ടിന്ന് വിളിക്കും കേട്ടോ. വേറെ ആളുണ്ട്, താഴെ വീടുണ്ട്, അതിന് സൈഡിൽ വീടുണ്ട്. എല്ലാവരെയും കാണിച്ചു തരാം. ആദ്യം ഞാൻ ഈ വീടൊന്ന് കാണിച്ചു തരാം. ഞങ്ങളെ പഴയ തറവാട് വീടാണ് കേട്ടോ. കണ്ടില്ലേ? പഴയ തറ കാവിയാണ്. കണ്ടില്ലേ? എല്ലാവരും ഈ വീട്ടിൽ നിന്നാണ് പിന്നെ സെപ്പറേറ്റ് വീടെടുത്തിട്ടൊക്കെ പോയത്. ഇവിടെ 3 റൂമാണ്. ചെറിയ കുഞ്ഞു റൂമുണ്ടല്ലോ, അങ്ങനെയാണ് കേട്ടോ. പിന്നെ പാപ്പം കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ആക്കിയ വീടാണ്. ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആക്കി. അപ്പുറത്തെ റൂമിൽ പിന്നെ കുറച്ച് ഈ തടി കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ആക്കി. അതങ്ങനെ വെച്ചതാട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ വീട്. ഓക്കെ, തറവാട് വീടാണ് കേട്ടോ. ഓക്കെ, ഞങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ മേമയ്ക്ക് ഭയങ്കര വെപ്രാളം.
അപ്പോൾ മേമ തുടക്കിയിരുന്നു. അപ്പോൾ വേഗം കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഞാൻ തന്നെ ചായക്ക് വെച്ചു. ചായ വേണ്ടാന്ന് പറഞ്ഞതാണ്. പിന്നെ മേമ ചായ കുടിക്കാണ്ട് വിടൂല. അപ്പോൾ ഞാൻ തന്നെ വെച്ചിട്ടുണ്ട് മേമ വരുമ്പോഴേക്കും. പിന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം സെറ്റാക്കാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ കട്ടൻ ചായ ഇവിടെ റെഡിയായി ഗൈസ്. മിന്നുട്ടിക്ക് നല്ല കട്ടൻ ചായ കിട്ടൊക്കെ അറിയാലോ. എന്താ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. ടേസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ട്. നോർമലി നമ്മള് കറിയാണ് ടേസ്റ്റ് നോക്കുക. ഇവിടെ മിന്നുട്ടി കട്ടൻ ചായ ടേസ്റ്റ് നോക്കണം. ഓ ഷോ, അതിൽ നോക്കാൻ അങ്ങനെ കഴിച്ചാൽ മതി. കൈമേലൊക്കെ ഒഴിച്ച് ഫു ഫു ഫു. അങ്ങനെ മധുരം കുറവാണ് ഗൈസ്. നമ്മൾ കുറച്ചുകൂടെ മധുരമാണ്. വേണ്ട, പ്രശ്നാവോ? അത്ര ബാത്റൂം ഉണ്ട് ജന്തു ഗൈസ്. യെസ്, അങ്ങനെ മേമ കുളിച്ചിറങ്ങിയിരിക്കുന്നു. യെസ് 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 യെസ്. മേമ ഞങ്ങളെ മുടിയൊക്കെ നരച്ചു പോയി. തലമുടി വാർന്നിട്ടാ ശരിയോ. അത് കുറച്ച് കരി വാരി തേക്കാൻ അങ്ങോട്ട്. വേണ്ട, മൾബറിയോ എവിടെ? പാപ്പ ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കാം. പാപ്പ വൈറലാക്കി തരാം. യൂട്യൂബിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. എന്നാ എന്നെ തന്നെ എടുത്തു. എന്നെ സൂം ചെയ്യുമ്പോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് കാണുമ്പോ പറയാം. ഇവിടെ ഫുൾ മൾബറി ഉണ്ട് കേട്ടോ. തോനെ മൾബറി ഉണ്ട് എന്ന് ഞാൻ പറയില്ല. മൾബറി തീർന്നു, ഇപ്പൊ കുറച്ചുള്ളൂ. ഇവിടെ ഒരു ചാമ്പയ്ക്കമരമുണ്ട്. പോടാ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു കേട്ടോ. പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. കൊണ്ടോ, സോറി. ഇത് ചാമ്പക്കമരം. പക്ഷെ ചാമ്പക്ക തീർന്നുപോയി. സത്യമായിട്ടും തീർന്നുപോയത്. അതിലുള്ള തോനുണ്ടാവലുണ്ട്. സത്യമായിട്ടുണ്ടാവില്ല. യൂട്യൂബ് വരുമാനത്തിൽ ഞാൻ ചില്ലറ പൈസ തരൂല. അതെ ഇതാണോ അമ്മ കുറെ മൾബറിയൊക്കെ പറിച്ചിട്ടുണ്ട്. പക്ഷെ പച്ച പറിച്ചില് പച്ചയാണ് കിട്ടിയത്. പഴുത്തതൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അയ്യോ കണ്ടോ. അത് പറഞ്ഞപ്പോഴാ ഇത് നമ്മുടെ പഴയ വീടാണ് കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ നിന്ന്, ഈ തറവാട്ട് വീട്ടിൽ നിന്ന് മാറി താമസിച്ച വീടാണ് ഈ മുകളിലത്തെ വീട്. ഇവിടുന്ന് നമ്മൾ വീട് മാറിയിട്ടാണ് ഇപ്പോൾ താമസിക്കണ എൻ്റെ വീട്ടിലേക്ക് മാറിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കാണിക്കാൻ മറന്നുപോയി ആക്ച്വലി. പിന്നെ വീടുകൾ വേറെ ഉണ്ട്. ഇവിടെ തന്നെയാണ് എല്ലാവരുടെ വീടും. ആ കാണുന്നത് വല്യച്ഛൻ്റെ വീട്. വലിയ വല്യച്ഛൻ്റെ വീട് അല്ല, രണ്ടാമത്തെ വല്യച്ഛൻ്റെ വീട്. അതിന് തൊട്ട താഴെ വേറെ വീടുണ്ട്. അതാണ് ശശിപാപ്പൻ്റെ വീട്, അതായത് മൂത്ത പാപ്പൻ്റെ വീട്. 2 പാപ്പന്മാരാണ്. കാണുന്നുണ്ടോ എന്നറിയില്ല. നമ്മളവിടെ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് പക്ക ഒരു തറവാട് വീടാണ് കേട്ടോ. പിന്നെ വിനുപ്പാപ്പൻ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ആക്കി സെറ്റാക്കി. ഇതാണ് മൂത്ത പാപ്പൻ്റെ വീട് കേട്ടോ. അപ്പോൾ അവിടെ ചായയൊക്കെ കൊടുത്തു തുടങ്ങിക്കോട്ടെ. നമുക്കെന്തായാലും അവിടേക്ക് ഒന്ന് പോയി കണ്ടുവരാം. ഇവിടെ ഇപ്പം ഫുള്ള് വലിയ ഇതൊക്കെ ഈ അപ്പുറത്തെ സ്ഥലമൊക്കെ ഫുള്ള് ഒഴിഞ്ഞ പറമ്പായിരുന്നു കേട്ടോ. അതായത് മുമ്പത്തെ അല്ലെ സൈഡത്തെ. അപ്പോൾ ഇപ്പം അതൊക്കെ അരക്കോ വാങ്ങിയിട്ട് വലിയ വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മുറ്റത്തിൻ്റെ തൊട്ടടുത്ത് അവരുടെ ജനലിൻ്റെ ഇതാണ് ഗൈസ് വരുന്നത്. കണ്ടില്ലേ, ഇവിടുന്ന് കാലെടുത്ത് വയ്ക്കാം. അത്ര അടുത്താണ് ഈ വീട് വരുന്നത് കേട്ടോ. വലിയ വീടാണ്. തൊട്ടപ്പുറത്തേക്കൊക്കെ വീടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ മുറ്റത്ത് തന്നെ മാവുണ്ട്. മാവും പ്ലാവും എല്ലാ സംഭവങ്ങളും ഉണ്ട്. കർമൂസ മീൻസ് പപ്പായ. പിന്നെ അപ്പം അവിടെ ഒരു നെല്ലിക്കമരം കണ്ടോ. അപ്പുറത്ത് വലിയച്ഛൻ്റെ വീട്ടിൽ കാണിച്ചത് ഗൈസ്. അവിടെ കണ്ടോ ഒരു നെല്ലിക്കമരം ഉണ്ട്. എവറിത്തിങ് ഈസ് ഹിയർ. മുരിങ്ങമരം. അപ്പം നമുക്കൊന്ന് കയറി വെക്കാം. മേമ ഷീബോധയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. മുത്തപ്പൻ ഗൈസ്, നമുക്കിനി ഉള്ളോട്ട് പോയേക്കാം വേട്ടോ. എന്താണ് സംഭവം? ആരോ ഒന്ന് വാതിലടച്ചത്. ഡ്രസ്സൊന്നും ഇടാതെ വേഗം പോയി ഡ്രസ്സ് ഇടാൻ വാതിലടച്ചാണ്. പാപ്പൻ്റെ ഇളയ മോനാണ് കേട്ടോ. എവിടെടാ മാൾട്ടി?
യെസ്, ലൈറ്റ് വന്നു ഗൈസ്. ഇതാ വന്നു ഗൈസ്. മുട്ടുവിൻ തുറക്കപ്പെടും, പക്ഷെ കുറച്ച് വൈകിയാണ് തുറന്നത്. എന്തായിരുന്നു എനിക്ക് അകത്ത് പണി? സത്യം പറഞ്ഞോ? ബാത്റൂമിലായിരുന്നു തോന്നുന്നു ഗൈസ്. ആ ഒരു മിനിറ്റ്, അമ്മ വ്ലോഗ് എടുത്തോണ്ടിരിക്കുക, അപ്പ വരാം. ഇതാണ് മാൾട്ടി. ഇപ്പൊ PSC പഠിക്കുകയാണ് കേട്ടോ. വയസ്സായി, പക്ഷെ എപ്പോഴും വളർന്നിട്ടില്ല. മോരടിച്ചു പോയി തോന്നുന്നു. ആ വരുന്നേ ഗൈസ്, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. പിന്നെ എവറിത്തിങ് വിൽ ബിക്കം യുനോ. സോറി ഗൈസ്. വരുന്നതാ. അമ്മേ മഴ പെയ്യുന്നു, ഓടിക്കോ. മഴ പാടി വാ മണിക്കൂട്ടാ. അമ്മ അച്ഛനും അങ്ങോട്ട് വാ. ഈ സ്റ്റൈലാക്കൊന്നും വേണ്ട. കാക്ക കുളിച്ചാൽ കൊക്കാവില്ല. മാളു ഞാൻ വ്ളോഗ് എടുത്ത് ഞാൻ കൊല്ലും. കുറവത്തിയ. ഇതെന്താ നമ്മളെ ആത്തച്ചക്കയൊക്കെ പോയോ? ആത്തച്ചക്ക പോയി ഗൈസ്. നീ പോയിക്കോ. അയ്യോ എന്നാ കൊല്ലുന്നേ. ആ ചളി കാലും ചളി. ഇനി എന്ത് ചെയ്യൂ ഗൈസ്? ഇതാണ് നമ്മുടെ കൃഷ്ണമുടി. ഇതിന് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്യൂ എന്ന് പറയുന്നെങ്കിലും കമൻറ്റുകളൊന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇത് കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്തൂസിൻ്റെ കരച്ചിൽ ഇത് കൊടുത്താൽ മാറുമോ നോക്കട്ടെ. ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെടിയാന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം അങ്ങനെ എവിടെയും കാണാറില്ല. പക്ഷെ ഇത് നമ്മളെ ഈ ഒരു ഏരിയയിൽ, ഇവിടെ തറവാട്ടിൻ്റെ സ്ഥലത്ത് എപ്പോഴും ഈ സാധനം എപ്പോഴും ഉണ്ടാവും. എന്നാ ഇത്തു, ഐ ലവ് യു. ഈൻ്റെ നിരസിച്ചുടി. മകളാണത്രേ, മകൾ. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനങ്ങോട്ട് അമ്മന്റെ കുറ്റി ചായ കുടിക്കാം കേട്ടോ. പുല്ലിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു വെള്ളത്തുള്ളി ഉണ്ടല്ലോ, ആ സാധനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഒന്ന് കാണാൻ വേണ്ടി വന്നാട്ടോ. എവിടെ പിശാശേ? എവിടെന്നൊക്കെ ചോദിച്ചാ, അയ്യോ ഞങ്ങളുടെ വസന്തേച്ചീൻ്റെ ഞങ്ങൾ സ്ഥിരം വെള്ളം എടുത്തോണ്ടിരുന്ന കിണറാണ് കേട്ടോ ഗൈസ് അത്. അയ്യോ ഈ സ്ഥലം ആകെ മാറിപ്പോയി. ഞാനൊക്കെ ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് തന്നെ കുറേ കാലമായി. ഓ മൈ ഗോഡ്, നൊസ്റ്റു വരുന്നു ഗൈസ്, നൊസ്റ്റു. ഇവിടെ ആളുണ്ടടി ഇപ്പോൾ? ആൾ താമസമില്ലല്ലേ? അല്ലാതെ ഇപ്പോൾ കിണറിൽ വെള്ളം ഉണ്ടോ ഗൈസ്? നൊസ്റ്റു, ഭയങ്കര നൊസ്റ്റു ആണ് കേട്ടോ ഗൈസ് ഈ ഏരിയൊക്കെ. അതെ, കൈ എങ്ങനെ മുറിഞ്ഞു? ഈ പറ്റിച്ചിലടി. ഇതാണ് നമ്മുടെ ചേരുംകായ. ആരും തെറ്റിദ്ധരിക്കരുത്, ചേരുംകായ എന്ന് പറയുമ്പോൾ ചേരിൻ്റെ കായല്ല. ഇത് സം കൈൻഡ് ഓഫ് ഇത് തിന്നാൻ പറ്റണ കായ. ഒരു പറയണ ചളിയാണ്, ഞാൻ സത്യം പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ചേരുംകായ. ഇതുണ്ടല്ലോ, ഇത് പച്ചയ്ക്ക് പച്ച കളറും പഴുത്താൽ കറുത്ത കളറും ആവും ഗൈസ്. കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും കമൻറ്റ് ചെയ്യൂ. ചാനലിൻ്റെ പേര് ലൈഫ് വിത്ത് അനിത, ഫ്രം ഹോം ബൈ അനിത. ദ യൂസർ നെയിം ഈസ് ലൈഫ് വിത്ത് തന്നെ ലൈഫ് വിത്ത് അനിത. ഗൈസ് ഇനി വലിയച്ഛൻ്റെ വീട്ടിലേക്ക് ഒന്നുകൂടെ പോയിട്ട്
നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. കണ്ടോ ഇവിടെയൊക്കെ ഞങ്ങളിവിടെ ഈ ഉള്ളൊക്കെ സമയത്ത് ഇവിടെയൊക്കെ ആൾതാമസം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ സുബൈത്താത്ത എന്ന് പറഞ്ഞിട്ടൊരാളുടെ താമസം. നമ്മളൊക്കെ ഫാമിലി പോലെ ജീവിച്ച ആളുകളാട്ടോ. അപ്പോൾ ഇവിടെ ആകെ വീടൊക്കെ വീണ് ഇവിടുന്ന് അവർ പോയി. പിന്നെ ഈ വീട്ടിലാരും പിന്നെ അങ്ങനെ താമസിച്ചിട്ടില്ല. ഫുൾ ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെയൊക്കെ കാട് കയറി ഗൈസ്. ഇവിടെ ഇതൊക്കെ നൊസ്റ്റുമാണ് ഗൈസ് ഈ ഏരിയ ഒക്കെ. കൊലായിൽ തന്നെ നിൽക്കുന്നു. എല്ലാവരും ഉണ്ട്. ഞാൻ ആദ്യം കയറി ഗൈസ്. ആണ് ഞങ്ങള് രണ്ടാമത്തെ വല്യച്ഛൻ്റെ വീട് കേട്ടോ. ഇവിടെ കുറേ പശുവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വല്യമ്മയ്ക്ക് ആവാതെ ആയപ്പം ഒക്കെ ഒഴിവാക്കി. പഴയ അടുപ്പ് ഇതൊക്കെ പഴയ വീടാട്ടോ, കുറേ മുന്നുണ്ടാക്കിയ വീടാണ്. ഇടയ്ക്കിടയ്ക്ക് സൂം ചെയ്തു. ഇവനെ എടുക്കണ്ട ഇടയ്ക്കിടയ്ക്ക് പറയും. ഇവൻ്റെ മോൻ തന്നെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ മണിമണ്ടൻ. മണിമണ്ടൻ. ഞാൻ മണിമണ്ടാന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. മണിക്കൂടെ ഒന്ന് പോകാൻ കാണിക്കടാ എൻ്റെ ഫാൻസിന്. കണ്ടോ മുടിയൊക്കെ നീട്ടി വളർത്തി. ഞങ്ങൾ പോയി വരാം. എന്താടി എനിക്ക് മുണ്ടുടി ബായ് പറയടി. അന്നെയൊക്കെ ഒന്ന് സൗന്ദര്യം കൂട്ടാനായിരിക്കോ. കാക്ക കുളിച്ച കൊക്കാവൂല. അപമാനിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. നമ്മൾ ഇറങ്ങാം. ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഇവിടെ മുണ്ടിക്കൽ താഴം എന്ന് പറയും. മുണ്ടിക്കൽ താഴം ബിന്ദു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇനി നേരെ മേമൻ്റെ വീട്ടിലേക്ക്. ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ വീട്ടിൽ പോയിട്ട് പോകുമ്പോൾ ലേറ്റ് ആവും. അപ്പോഴേക്ക് പോകുന്ന വഴിക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് പുറത്തുനിന്ന് കഴിച്ച് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇനി നേരെ മോളിമാമിൻ്റെ വീട്ടിലേക്ക് പോകാം. കൺമണി സാധിക്കുക ഞാമണി സാധിരരാപെറിയ സാധിയ പക്ക പക്കുറ കപ്പു കപ്പു കപ്പല്ലാത. വാവ് സൂപ്പർ. ഗൈസ് അപ്പോൾ നമ്മൾ എത്താനായി. എത്തി ഗൈസ്. അങ്ങനെ നമ്മള് പാപ്പന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ാണ് പാപ്പൻ്റെ രണ്ടാമത്തെ മോൻ അബി. ഒരു കഥകളി ആർട്ടിസ്റ്റും കൂടെയാണ് കേട്ടോ. ആണ് പാപ്പൻ. നല്ല മഴ വരുന്നുണ്ട് ഗൈസ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അമ്മമ്മ. ഇതാണ് മേമ. ഇതാണ് ഇവന്റെ വർക്ക്. ഗൈസ് വീഡിയോസ് കുറേ എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഫോണിൽ ഒട്ടും ചാർജ് ഉണ്ടായില്ല. ഫോൺ ഡെഡായി. ഇപ്പോൾ കുത്തിയിട്ടിട്ട് കുറച്ച് ചാർജ് കയറിയിട്ടുണ്ട്. അപ്പോൾ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം അമ്മമ്മേനോടൊന്ന് യാത്ര പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ
മാവാണല്ലോ കേട്ടോ. മാവ് ഇഷ്ടംപോലെ മാവുണ്ട്. അവിടെ ഒരു നാട്ടുമാങ്ങ ഉണ്ട്, ഇഷ്ടംപോലെ മാങ്ങ വീണിറക്കും ഗൈസ്. ഇപ്പോൾ മാങ്ങൻ്റെ ആ സീസൺ കഴിഞ്ഞതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചക്ക, അടിപൊളി ചക്കയാണ് ഗൈസ്. നല്ല പഴഞ്ചക്ക, പിന്നെ വരിക്കച്ചക്ക, എല്ലാത്തിനും നല്ല ടേസ്റ്റ് അവിടെ ചക്കയ്ക്ക്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ചക്കയൊക്കെ തീർന്നും തോന്നും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചക്ക ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് മീൻസ് ഇവിടെ. അടിപൊളി ചക്കയാണ് ഗൈസ്. അപ്പം നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. എല്ലാവരും കൊലായി തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞ് നമുക്ക് ഇറങ്ങാം കേട്ടോ ഗൈസ്. ചക്ക കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സോറി ഗൈസ്, ചക്ക എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, പ്രത്യേകിച്ച് പഴഞ്ചക്ക. വരിക്കച്ചക്ക എനിക്കിഷ്ടമാണ്, പക്ഷെ കൂടുതലും ഇഷ്ടം പഴഞ്ചക്കയാണ്. അപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ചക്കയാണെന്നറിയില്ല, നോക്കട്ടെ. ചക്ക റെഡി. അച്ചച്ചക്ക് ഫ്ലൈങ് കിസ് കൊടുക്ക്. അച്ചച്ചക്ക് ഗൈസ് ആകെ ആവശ്യമായിരിക്കുന്നു. ഇന്ന് ഫുൾ ചുറ്റലല്ലായിരുന്നു, അതുകൊണ്ടാ. അമ്മയേട്ടനും കൂടെ എന്തോ പലഹാരം എന്തോ വാങ്ങാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയതാണ്. നമ്മളിപ്പോൾ NIT കട്ടാങ്ങലാണ് കേട്ടോ ഗൈസ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ പോയിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാൻ. ഇനി അവിടെ എത്തിയിട്ട് പറയാം, കാണിക്കാം കേട്ടോ ഗൈസ്. വയറിങ് എന്നെ പേടിക്കണോ? ഇതാണ് വിദ്യ ചേച്ചി, ഞങ്ങളുടെ വിദ്യ ചേച്ചി. ഇവിടുത്തെ കാക്കശല്യം, ഇവിടെ ഫുൾ കാക്കയാണ് ഗൈസ്. ഇവിടെ കട്ടാങ്ങൽ ഏരിയയിൽ കാക്കകളുടെ താമസ സ്ഥലമാണ് ഗൈസ് ഇത്. ഐ എം സീരിയസ്ലി ടോക്കിംഗ്. ഓക്കെ, വിദ്യ ചേച്ചി അപ്പ് ഇങ്ങനെ കുറവായി എന്റെ പിറകിൽ വിളിക്കുന്നു. ഇന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി, വ്ളോഗ് എടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച ആളാണ് ആ പോണത്. അതും ലോങ് വീഡിയോ എടുക്കാൻ. ഇപ്പൊ ചേച്ചെന്നെ കുടുങ്ങി. ഇതാ അസുഖക്കാരൻ. ഇപ്പൊ ശരിയായോ? എങ്ങനുണ്ട്? ഇത് രണ്ടാമത്തെ മോൻ്റെ പോണ്. ഇതിനെ കാണിച്ചില്ല. ഗൈസ്, ഒരു അത്യപൂർവമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നത്. ഈ കാല് കണ്ടോ? ഇത് ചില്ലറ കാലല്ല, ഇത് കണ്ടോ? 22 കൊല്ലം മുന്നേ കാലിലിട്ട കമ്പിയാണ്. കമ്പിയല്ലേ, നട്ടും ബോൾട്ടും. അത് 22 വർഷത്തിന് ശേഷമാണ് കാലിന് എടുക്കാൻ കിട്ടിയത് ഗൈസ്. ഡോക്ടറോട് കേട്ടില്ലേ? കാര്യമായിട്ട് കേട്ടില്ലേ? ഒന്നും പറഞ്ഞില്ല. എന്താ ആളെ കാണില്ലേ? കണ്ടോ? പിന്നെ എന്താണ്, എത്ര സമയം എടുത്തു പുറത്തേക്ക് എടുക്കാൻ? 2 അല്ല ഞാൻ മറ്റേ സോറി ഗൈസ്, എനിക്ക് അങ്ങനെ ക്യാമറന്റെ മുമ്പിൽ ഇരിക്കാൻ. അല്ല, ഈ കാര്യം കാണിക്കൂ. ഇതാണ് ഇത്. നമുക്ക് ഇത് നമുക്ക് എന്തിനിട്ട് വെക്കാന്ന്, മ്യൂസിയത്തിൽ വെക്കാന്നാണ് രാജേഷ് ഏട്ടൻ്റെ തന്നെ അഭിപ്രായം. ഓക്കെ, കമ്പി വളഞ്ഞു പോയിട്ടുണ്ട്. വിദ്യ ചേച്ചിൻ്റെ കാലുമ്മൽ കോറിയതിന് ശേഷമാണ് മനസ്സിലാവുന്നത് കമ്പിയൊക്കെ പുറത്ത് വരാൻ തുടങ്ങി.
ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പൊട്ടിച്ച ധൈര്യം പൊട്ടി പൊട്ടിക്കാൻ. യെസ് 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 ഏ അടിപൊളി. ദേ പോണ്. ഇതാണ് ഞങ്ങളെ ദൃശ്യ ചേച്ചി. ദേ പോണാലേ. ഇത് ചെറിയ ഏട്ടൻ്റെ ഭാര്യ കേട്ടോ. ഓത്തി ഓടിയില്ലേ? ഓടി രക്ഷപ്പെടാ. ആ ഇതാണ് ചെറിയ ഏട്ടൻ. ഇത് രാജേഷ് ഏട്ടൻ, ഇത് രജീഷ് ഏട്ടൻ. മാറിപ്പോവും അതാ. പിന്നെ മെയിനായിട്ട് എൻകറേജ് ചെയ്ത രണ്ടാളുകളാണ് ഈ രണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഒരാൾ അങ്ങോട്ട് മുങ്ങി ഗൈസ്. ഇവിടെ താഴെ ചെറിയ ചേച്ചീൻ്റെ ചെറിയ ഏട്ടൻ്റെ വീട്ടിലേക്കും ഒന്ന് പോയിട്ട് വല്യമ്മേനൊന്ന് കണ്ടിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചെറിയ ഏട്ടൻ്റെ വീട്ടിലേക്കും വന്നാണ് കേട്ടോ. നമ്മളിവിടെ എത്തി. തൊട്ട മുകളിൽ തന്നെയാണ് കേട്ടോ മറ്റു വലിയ ഏട്ടൻ്റെ വീട്. ഇതാണ് വല്യമ്മ. അതാണ് ഇവിടുത്തെ വല്യമ്മ. വല്യമ്മ വീഡിയോ എടുക്കണ്ട്. മുകളിലുണ്ട്. ചായ അപ്പം കുടിച്ചതാവേ. താങ്ക് യു. നല്ല എണ്ണ. ചേച്ചി ചായ ഒന്നും വെക്കല്ലേ. നീ ചായ ഒന്നും കുടിക്കാനുള്ള ഗ്യാപ്പില്ല. ആഹാ കാണിക്കലേ പറഞ്ഞാൽ അപ്പം ഞാൻ കാണിക്കും. എന്താ പോയപ്പോ ഗൈസ് നമ്മൾ മെല്ലെ മുങ്ങാനുള്ള പരിപാടിയായിരുന്നു ഗൈസ്. പക്ഷേ സമ്മതിച്ചില്ല. ചെമ്മീൻ പൊരിച്ചത്, ചോറ്, തൈര്. ഗൈസ് നമ്മൾ പെട്ടിരിക്കുന്നു. ഗൈസ് വയറങ്ങ് ഫില്ലായി ഗൈസ്. ഫുഡ് അടിച്ചു. ഇനി മെല്ലെ വിടാനുള്ള പരിപാടിയിലാണ്. സമയം ഓൾറെഡി 8:30 ഗൈസ്. ഇനി അവിടെ എത്തുമ്പോഴേക്കും ഒരു 9:15 9:15 ആവും അല്ലേ? നമ്മൾ 9:15 ആവില്ല എത്താൻ. 10 മണിയാവും. 10 മണിയാവും ഗൈസ്. ഇനി പോവുക, കിടന്നുറങ്ങുക. ഇനി ഏതായാലും വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ ബൈ. ഇതാണ് നമ്മുടെ രാജ സ്റ്റുഡിയോ. നമ്മുടെ ഇപ്പോൾ പോയി വന്നില്ലേ രാജേഷേട്ടൻ, രജീഷേട്ടൻ. ഇതാണ് വല്യച്ഛൻ. ഇവർ നടത്തുന്ന സ്റ്റുഡിയോ ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഏകദേശം ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റുഡിയോ ആണ്. ഞങ്ങൾ വല്യച്ഛൻ അവിടെ വരാൻ, ഇവിടെ ഷോപ്പ് പൂട്ടി വരാൻ ഒരു 9 മണി 9:15 ആവും. അപ്പോൾ നമ്മൾ വല്യച്ഛനെ കണ്ടിട്ട് പോകാൻ വെച്ചിട്ടൊന്ന് ഇവിടെ കയറിയതാണ്. അപ്പോൾ അതാണ് വല്യച്ഛൻ. ഓക്കെ വല്യച്ഛനെ കണ്ടു. നമ്മളിനി വേഗം പോകട്ടോ. ഷോപ്പത്തെ ഇത് നമ്മുടെ ഇപ്പം കണ്ടില്ലേ 2 ചേച്ചിമാർ, ദൃശ്യ ചേച്ചി, വിദ്യ ചേച്ചി. അവർ നടത്തുന്ന ഷോപ്പാണ് കേട്ടോ. ഇത് ഫ്രെയിം ഷോപ്പാണ്. ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രെയിമിൻ്റെ ഷോപ്പാണ് കാര്യമായിട്ട്. ഫ്രെയിംസ് രാജ. ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഓക്കെ ഗൈസ് ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.